ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നു. കോൺഗ്രസ് ഉൾപ്പെട്ട ഇന്ത്യ സഖ്യത്തിന് വൻ തിരിച്ചടി നേരിട്ടു. വോട്ടുകൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി BJP ഉൾപ്പെട്ട NDA മുന്നണിയെ പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വോട്ടുകൊള്ള പത്രസമ്മേളനം മാധ്യമങ്ങളിൽ നിറയുകയും ചെയ്തു. പക്ഷേ അതൊന്നും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല. എന്തുകൊണ്ടാണത്? ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയും കൂട്ടരും എന്തെങ്കിലും പഠിക്കുമോ? ഒരു സാധ്യതയുമില്ല. ബീഹാർ ഫലം വന്നതിന് തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് ആരോപണം ഉയർത്തിയിട്ടുണ്ട് കോൺഗ്രസ്. പരാജയം മറയ്ക്കാൻ കോൺഗ്രസിൻ്റെ ഗിമ്മിക്കിനപ്പുറം ഈ വോട്ട് കൊള്ളയൊന്നും സാധാരണ വോട്ടർമാരെ സ്വാധീനിക്കുന്നതേയില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് കോൺഗ്രസ് പാഠം ഉൾക്കൊണ്ടില്ലെങ്കിൽ കോൺഗ്രസ് എന്നും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ഇല്ലായിരുന്ന ഒരു കാലം കോൺഗ്രസിനുണ്ടായിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്തിയെങ്കിലും ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തനം ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ഉണരുന്നത്. കോൺഗ്രസിന് ശക്തമായ അടിത്തറയുള്ള കേരളത്തിൽ പോലും അവസ്ഥ ഇതാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ അവസ്ഥ പറയണോ? വോട്ടുകൊള്ള പോലുള്ള ആരോപണങ്ങളിൽ മാത്രം ശ്രദ്ധ ഊന്നിയാൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് ഇനിയെങ്കിലും മനസ്സിലാക്കണം. നേതാക്കളുടെ പാർട്ടിയായി ചുരുങ്ങാതെ ജനങ്ങളുടെ പാർട്ടിയായി കോൺഗ്രസ് മാറണം. അതിനുവേണ്ട പദ്ധതികളാണ് കോൺഗ്രസ് നടപ്പിലാക്കേണ്ടത്. രാഹുലും സ്തുതിപാഠകരും മാത്രമായി കോൺഗ്രസ് നേതൃത്വം ചുരുങ്ങുന്നതിൻ്റെ തിരിച്ചടികളാണിതെല്ലാം. ഇടയ്ക്കിടെ അപ്രത്യക്ഷനാകുന്നു രാഹുൽ. രാഹുലിന് ചുറ്റുമുള്ള ഉപഗ്രഹങ്ങൾ അധികാരമോഹികൾ മാത്രമാണ്. എന്നും കോൺഗ്രസിൻ്റെ ശാപവും അതുതന്നെ. ബീഹാറിൽ ഇന്ത്യ സഖ്യം മൂക്കുകുത്തി വീഴുമ്പോൾ വോട്ട് ചോരി ക്രൂസൈഡർ കഹാഹെ എന്ന കളിയാക്കൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. രാഹുലിൻ്റെ നിശബ്ദതയെ പോലും ചോദ്യം ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധി കഹാഗയെ എന്ന ചോദ്യമാണ് ഉയരുന്നത്. നെഹ്റു കുടുംബത്തിന് ചുറ്റും കറങ്ങുന്ന കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടികളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച ഉണർവ് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ഊർജ്ജമാക്കി മാറ്റാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. രാഹുലിൻ്റെ മുഖം ഫുൾ ഫിഗർ ഫോർമാറ്റിൽ എത്ര കാലം കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയും? ഇച്ഛാശക്തിയുള്ള വിശ്വാസ്യതയുള്ള ഒരു നേതൃത്വത്തെ വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. കോൺഗ്രസിന് അതിന് കഴിയുമെന്നും തോന്നുന്നില്ല. ഇടയ്ക്കിടെ അപ്രത്യക്ഷനാകുന്ന രാഹുൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ജനങ്ങളുടെ പ്രശ്നം ഭക്ഷണമാണ്, തൊഴിലാണ്, അടിസ്ഥാന സൗകര്യങ്ങളാണ്, മെച്ചപ്പെട്ട ജീവിതമാണ്. അതിനപ്പുറം വോട്ടുകൊള്ളയൊന്നും ജനങ്ങളെ സ്വാധീനിക്കില്ല. രാഹുൽ കഴിഞ്ഞാൽ പ്രിയങ്ക, പിന്നെയോ ഏതോ സിനിമയിൽ പറയുന്ന പോലെ വട്ടപൂജ്യം. ഇങ്ങനെ ചിന്തിക്കുന്നൊരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെയാണ് ഉയർന്നു വരാൻ കഴിയുക? नमस्ते बिहार के भाइयों और बहनों, आज आपने देखा होगा प्रेस कॉन्फ्रेंस में मैंने BJP की सच्चाई, वोट चोरी की सच्चाई के बारे में बोला। हरियाणा का उन्होंने चुनाव चोरी किया, महाराष्ट्र का चोरी किया, पहले मध्य प्रदेश और छत्तीसगढ़ का चोरी किया और अब बिहार का चुनाव चोरी करने की पूरी कोशिश में है। मैंने प्रेस कॉन्फ्रेंस में आपको बिहार की एक कहानी सुनाई, एक परिवार की कहानी, एक गांव की कहानी, मगर यही बिहार में लाखों लोगों के साथ हुआ है। वोट कटा है, लोगों का वोट छीना गया है। वोट चोरी संविधान पर आक्रमण है, अंबेडकर जी के संविधान, गांधी जी के संविधान पर आक्रमण है और हम सबको वोट चोरी रोकनी है। बिहार के लोगों की, जेन ज़ी युवाओं की जिम्मेदारी है कि आप सब भारी संख्या में बाहर आकर वोट करें। महागठबंधन और मेरी गारंटी है कि हम सब गरीबों की, किसानों की, मजदूरों की, हर जात की, अति पिछड़ों की, महादलितों की, दलितों की, अल्पसंख्यकों की, गरीब जनरल कास्ट की सरकार बनाएंगे। इस सरकार में हर बिहारी की आवाज़ होगी। बहुत बहुत धन्यवाद। नमस्कार। जय हिंद।